ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങള് രുക്മിണിയെ പോലെ മിണ്ടരുത് നീയൊന്നും. അവളൊക്കെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് എന്നോട് ചെയ്ത കൊലച്ചതി. അന്ന് അമ്മ എന്താ മിണ്ടരുതെന്നാ പറഞ്ഞത്. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. രാധമേ, രാധമേ, അമ്മേ, രാധമേ, അമ്മേ, എനിക്ക് നിന്നെ കാണണ്ട. പോ മുന്നിന്ന്. അമ്മേ, വാ മോള്, നമുക്കകത്ത് പോവാം. വാ. ചെല്ലു മേഡം. ദൈവമേ, എന്റെ കുഞ്ഞുമോൾക്കൊരാപത്തും വരുത്തരുതേ. അവക്ക് അവിടെ സമാധാനം കൊടുക്കണേ. അവളെ കാത്തു രക്ഷിക്കണേ. അമ്മേ, എന്താ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നേ? എന്തോ മനപ്രയാസം ഉള്ളതുപോലെ. മോളുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരുന്നതാ. അവിടെ എന്തായോ ആവോ. ഋതുമോൾക്ക് അവിടെ സന്തോഷായിരിക്കുമേ. കാരണം അവരൊക്കെ നല്ല ആളുകളാ. ചെറുക്കനും പെണ്ണും ഇവിടെ വന്ന് സൽക്കാരം സ്വീകരിക്കാതെ നമുക്ക് അങ്ങോട്ട് പോവാനും പറ്റില്ല. അതാണല്ലോ ആചാരം. എന്തായി അമ്മേ? അമ്മയ്ക്ക് ഋതുമോളെ കുറിച്ച് ഓർത്ത് വലിയ ടെൻഷൻ. അതിന് അമ്മ എന്തിനാ വിഷമിക്കുന്നേ? അവൾക്ക് അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. വേണുട്ടനും രാജുവൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയല്ലേ അമ്മേ? അല്ല, കല്യാണത്തിന് രാജുവിന്റെ വീട്ടുകാരും പങ്കെടുത്തില്ലല്ലോ. അതുകൊണ്ട് അത് അവരുടെ എന്തോ ഫാമിലി ഇഷ്യൂ. അതും ഹൃതിയും തമ്മിൽ എന്താ ബന്ധം? വേണുവേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടും കൂടിയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. നമ്മൾ എഴുതാപ്പുറം വായിക്കോ ആവശ്യമില്ലാത്ത ചിന്തിക്കോ വേണ്ട. ഋതുമോളെ കിട്ടിയപ്പോ ഒരു നിധി കിട്ടിയ പോലെ ആയിരിക്കും ആ വീട്ടുകാർക്ക്. അവിടെ നടന്ന കല്യാണ നാടകമൊന്നും ഇതുവരെ പ്രതാപൻ അറിഞ്ഞിട്ടില്ല. അത് പൊട്ടിക്കണോ? അമ്മയ്ക്ക് അറിഞ്ഞുകൊണ്ട് വേണുവേട്ടനെ എത്ര കൊല്ലം അവിടെ ഉണ്ടായിരുന്നതാ. എന്ത് നല്ല സ്വഭാവമുള്ള ആൾക്കാർ അവരൊക്കെ. വേണുവേട്ടന് ചേർന്ന ഭാര്യ തന്നെയാ രാധമ്മ. ഋതുമോളെന്ന് വെച്ചാ ജീവന അവർക്ക്. കല്യാണം കഴിഞ്ഞ് അവിടെ എന്തൊക്കെ കോലാഹലം നടന്നിട്ടുണ്ടെന്ന് ഇതേവരെ ഇവരറിഞ്ഞിട്ടില്ല. രുക്മിണി ഒന്ന് വിളിക്കണം. പണത്തിന്റെ ഒരു കുറവ് മാത്രമേ അവർക്കുള്ളൂ. അതിപ്പോ ഇവിടുത്തെ സ്വത്തെല്ലാം അവൾക്കുള്ളതല്ലേ? അമ്മേ കേട്ടോ, ഇതോടെ രാജുവിന്റെ വീട്ടുകാരൊക്കെ സമ്പന്നരായില്ലേ? ഇവിടുത്തെ സ്വത്ത് മാത്രല്ലല്ലോ പ്രതാപ, സൂര്യമംഗലത്തതും മോൾക്കുള്ളതല്ലേ?
രാജുവിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാൻ സാധിച്ചത് നമ്മുടെ കുഞ്ഞിന്റെ ഒരു ഭാഗ്യം തന്നെയാ. പിന്നെ പണത്തിനോടൊന്നും വലിയ അത്യാർത്ഥിയുള്ള ആളൊന്നും അല്ല രാജു. പണത്തിനു വേണ്ടി അവൻ നന്നായിട്ട് വിഷമിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നോട് പോലും ചോദിച്ചിട്ടില്ല, കൊടുത്തോട്ട് വാങ്ങേയില്ല. അതായിരിക്കും ഇക്കാണുന്ന സ്വത്തിനൊക്കെ അവന് അവകാശിയായി മാറാൻ പോകുന്നത്. അവനെയും അവളെയും ഞാൻ അവകാശികളാക്കാം. ഇങ്ങോട്ട് വരട്ടെ. അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മോളെ മോളെ വാതിൽ തുറക്കും മോളെ. മോളെ മോളെ അവിവേകം ഒന്നും കാണിക്കല്ലേ മോളെ. തുറക്കും മോളെ. മോളെ എന്തിനൊരു പരിഹാരമുണ്ട് മോളെ. തുറക്കും മോളെ. നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കും. ഒന്ന് തുറക്ക് മോളെ. അമ്മയാ വിളിക്കുന്നേ. ഒന്ന് തുറക്കടി മോളെ. അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ മോളെ. മോളെ എന്നെ ഇങ്ങനെ തീ നീറ്റിക്കല്ലേ. തുറക്കും മോളെ. മോളെ വാതിൽ തുറക്കും മോളെ. രമ്യ, നീ വാതിലൊന്ന് തുറക്ക്. നീ കടുക്കൈ ഒന്ന് കാണിക്കല്ലേ മോളെ. അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. മോളെ വാതിലൊന്ന് തുറക്കാൻ. രുക്മിണി മോളെ. മോളെ വാതിൽ തുറക്കും മോളെ. മോളെ രമ്യ വാതിൽ തുറക്ക് മോളെ. രമ്യ മോളെ രാധമ്മയെ വിളിക്കുന്നേ. രമ്യ പ്ലീസ് വാതിൽ തുറക്ക്. തുറക്ക് മോളെ. രമ്യ രാധമ്മയെ വിളിക്കുന്നേ. രമ്യ വാതിൽ മോളെ. രമ്യ നിർത്തടി. നിന്റെയൊക്കെ ഒരു നിലവിളി. എന്റെ കൊച്ചി എന്തേലും ഒരു കടുകൈ കാണിച്ച നിന്നെയൊന്നും ഞാൻ വെച്ചേക്കില്ല. എല്ലാത്തിനും ഞാൻ തുണ്ടായിട്ട് അരിയിടും. അവനുണ്ടല്ലോ ആ നന്ദിയട്ട നായ രാജു. അവനെ ആ മന്ത്രിയുടെ മകളെ ഞാൻ ആദ്യം കൊല്ലും. രുക്മിണി, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞങ്ങള് രുക്മിണിയെ പോയി മിണ്ടരുത് നീയൊന്നും. അവളൊക്കെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് എന്നോട് ചെയ്ത കൊലച്ചതി. അന്ന് അമ്മ എന്താ? മിണ്ടരുതെന്നാ പറഞ്ഞത്. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം. നീയൊക്കെ ഇടിവെട്ടി ചാവോടി. ഇടിവെട്ടി ചാവും.